ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മക്രോണിയൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് മക്രോണി ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിലോട്ടൊരു 3 ടീസ്പൂൺ മൈദപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഓയിലും ബട്ടറുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ടെക്സ്ചർ വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. നമുക്ക് കട്ട കൂടാതെ ഒന്ന് ഇളക്കി കുറച്ചേശ്ശെ പാലൊഴിച്ചിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാല് മൊത്തം ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിരി അഴഞ്ഞ രൂപത്തിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് മാഗിയുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഓപ്ഷണലാണ്. ഒരു കഷ്ണം മാഗി ക്യൂബും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാസ്ത കൂടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മുട്ട ചിക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടൊക്കെ ഇവിടെ ചിക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ സോസിലോട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കി വെച്ച മുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച മക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും. ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.